ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാമാണ് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് 2 റെസിപ്പിയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ചാനൽ ഒരു കുക്കിംഗ് ചാനലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല കേട്ടോ, ഒരു ഫാമിലി വ്ളോഗ് ചാനലാണ്. ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് കാണാൻ പറ്റും, ട്രാവലിംഗ് വീഡിയോസ് കാണാൻ പറ്റും, ഫൺ വീഡിയോസ് കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. അതുപോലെ ഞങ്ങൾ താമസിക്കുന്ന മുംബൈയിലുള്ള വിശേഷങ്ങളും ഫെസ്റ്റിവലും ഇവിടുത്തെ മാർക്കറ്റായാലും എന്തായാലും അങ്ങനത്തെ സവിശേഷതകളാണെങ്കിൽ അതും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാവരും കുറേ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാ ഇങ്ങനെ ഡെയിലി ചോറും കറി ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് ഇടുന്നത് എന്ന് കേട്ടോ. അപ്പോൾ അത് കാണാനും ഇഷ്ടപ്പെടാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് അങ്ങനത്തെ വീഡിയോ എടുത്തിടുന്നത്. ഇതൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർ ലൈക്കും ചെയ്യുന്നുണ്ട്, കമൻറ്റും ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ അവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതും കൂടി നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം, പ്രത്യേകിച്ച് അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ അല്ലേ. ആ ഒരു മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തിരക്ക് പിടിച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പോലും അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം കാണാൻ ഇഷ്ടപ്പെടുന്നവരങ്ങ് കണ്ടോട്ടെന്നെ. സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ അതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുന്നുണ്ട്. അവരവരുടെ റെസ്പോൺസൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പം അവരോടുള്ള ഒരു നന്ദി സൂചകമായിട്ട് വീണ്ടും വീണ്ടും ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതല്ലേ. അതല്ലേ ഒരു യൂട്യൂബറുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നതല്ലേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കുന്നത്. ഒരു പ്രൊഫഷണൽ ഷെഫും അല്ല, പക്ഷെ നമ്മളൊരു പ്രൊഫഷണൽ കുക്കിംഗ് ചാനലും അല്ല. അത് നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് അത് ഞാൻ ജസ്റ്റ് ക്യാമറയിൽ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു കയ്യിൽ മൊബൈലും പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് ഈ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്നാലും ഇതൊക്കെ കാണാനും ഇഷ്ടപ്പെടാനും കുറേ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും ഷോർട്സ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഞങ്ങളുടെ ട്രാവലിംഗ് കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ പ്രത്യേകതകളൊക്കെ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് നല്ലൊരു അവിയലും അതുപോലെ തന്നെ പരിപ്പ് കറിയായിരുന്നേ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നല്ല മഴയാണ്. മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കുറേ നാളായി നിങ്ങൾ ന്യൂസിലും വാർത്തകളിലും എല്ലായിടത്തും അറിയുന്നുണ്ടാവുമായിരിക്കുമല്ലോ. മുംബൈയിൽ ഈ വർഷം എന്താണെന്നറിയില്ല, ഇപ്പം കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത മഴയാണ്. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അതുതന്നെയാണ് ഒരു സമാധാനം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഇപ്പോൾ ഗണപതി ഉത്സവമൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ 1-2 ഷോർട്സ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗണപതി വിഗ്രഹങ്ങളൊക്കെ ഉള്ള ഷോപ്പുകളും ഇനിയിപ്പം ഓരോ മണ്ഡപങ്ങളിലൊക്കെ ആയിട്ട് അതൊക്കെ ഇങ്ങനെ പൂജക്കൊക്കെ വെക്കും. പിന്നെ ഗണപതി നിമഞ്ജനമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ മുംബൈയിൽ ഫുള്ള് ഫെസ്റ്റിവലിൻ്റെ സമയമാണ് കേട്ടോ. ഗണപതി കഴിയുമ്പോഴത്തേക്ക് നവരാത്രി വരും, നവരാത്രി കഴിയുമ്പോഴത്തേക്ക് ദീപാവലി വരും. അങ്ങനെ